സെൻറ്ററിൽ ഇങ്ങനെ ഒരു പെൻസിൽ വെച്ചിട്ടുള്ള ചിത്രങ്ങളെ മനസ്സിൽ തട്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് കൂടുതൽ പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടും ഇതോട്ട് യോജിക്കാൻ പറ്റും എന്നുള്ള ഒരു നിലയ്ക്ക് മനസ്സിൽ തോന്നിയതിന് ശേഷമാണ് ഈ പെൻസിൽ സ്കെച്ചസുമായിട്ട് കൂടുതൽ താല്പര്യത്തിൽ മുമ്പോട്ട് പോയത്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചിത്രങ്ങൾ വരച്ചു. ആ വരയ്ക്കുമ്പോൾ നമുക്കൊരു എക്സിബിഷൻ വേണമെന്നുള്ള ഉദ്ദേശത്തിലല്ല വരച്ചത്. ഇപ്പോൾ കാഷ്വലായിട്ടൊരു എക്സിബിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു. അതിൽ നമ്മൾ 35 ചിത്രത്തോളം പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം ഇപ്പം എക്സിബിഷൻ നടത്തിയിരിക്കും. ദേശീയ അന്തർദേശീയ നേതാക്കളെയാണ് ആദ്യം മനസ്സിൽ കണ്ട് ചിത്രങ്ങൾ സെലക്ട് ചെയ്തതും. അപ്പോൾ അതിൽ മനസ്സിൽ തങ്ങിയ ചിത്രങ്ങളാണ് വരയ്ക്കാൻ ശ്രമിച്ചതും. ഒരു ഏകദേശം അബൌട്ട് 50 നമ്പേഴ്സ് 50 നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് എക്സിബിറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇറങ്ങിയെങ്കിലും ഇപ്പോൾ അത്രയും ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ ഉള്ള സ്ഥിതിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 35 നമ്പേഴ്സ് ഇപ്പോൾ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് മനസ്സിൽ തോന്നി അത് തൃപ്തിയായ 35 ചിത്രങ്ങളാണ് ഇപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ായിട്ട് വരച്ചിരിക്കുന്നത് മാർഗരറ്റ് താച്ചർ, അന്തർദേശീയ നേതാവായ മാർഗരറ്റ് താച്ചറെ അവരാണ് വരച്ചിരിക്കുന്നത്. അവരെ വരയ്ക്കാനുള്ള പ്രചോദനം നമ്മുടെ ദേശീയ നേതാവായ ഇന്ദിരാഗാന്ധിയോട് സാമ്യമുള്ള ഒരു ചിത്രമായതുകൊണ്ടും അവരോട് അത്രയും പ്രാധാന്യമുള്ള ഒരു ചിത്രമായതുകൊണ്ട് അത് നല്ലവണ്ണം പെർഫെക്ഷൻ കാണിക്കാൻ പറ്റി. പിന്നെ ജവഹർലാൽ നെഹ്റു ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം മനസ്സിൽ വളരെയധികം തങ്ങിയ ചിത്രമാണ്. അദ്ദേഹത്തെയും ചിത്രവും ഒരുവിധം ഭംഗിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ നേതാവായ EMSൻ്റെ ചിത്രം പരമാവധി പെർഫെക്ഷനിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കരുണാകരൻ്റെ ചിത്രവും മനസ്സിൽ നല്ല തങ്ങി ചിത്രമാണ്. അദ്ദേഹം ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം പരമാവധി മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. അതും മനസ്സിൽ തൃപ്തിയായ വരയ്ക്കാൻ പ്രധാനമായിട്ടും മനസ്സിൽ കണ്ട് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പെൻസിൽ കൊണ്ട് നമുക്ക് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ മനസ്സിൽ തോന്നിയിട്ടാണ് ഈ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുകയും ഈ പെൻസിൽ ഡ്രോയിങ്സിനെ നമുക്ക് മുന്നിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രത്തോളം പെർഫെക്ഷനൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ട്രൈ ചെയ്തിട്ടാണ് ഇത്രയും ചിത്രങ്ങൾ വരച്ചത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ മാത്രമാണ്. ഈ പെൻസിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ ഷെയ്ഡ് കൂട്ടിയും കുറച്ചും ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ പെൻസിൽ തന്നെ ഒരു പടത്തിൽ വ്യത്യസ്ത രീതിയിൽ കാണികൾക്ക് തോന്നുന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാൻ നെറ്റ് റെഫർ ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇനി വരുന്നിടത്ത് ഉള്ള പെർഫോമൻസ് മതി എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അല്ലാതെ കാര്യമായ ഒരു സ്റ്റഡി ഇതിനകത്ത് നടത്തി ചെയ്തതല്ല. അപ്പോൾ ഇനി കാര്യമായ സ്റ്റഡി നടത്തി ചെയ്ത് ഇതിനേക്കാൾ പെർഫെക്ഷൻ ഉണ്ടാക്കണമെന്നുള്ളൊരു ഉദ്ദേശം മനസ്സിനകത്തുണ്ട്. അത് ഭാവിയിലുള്ള പോർട്രേറ്റ് ചിത്രങ്ങളിൽ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കുറച്ചുകൂടെ ഞാൻ സ്റ്റഡീഡായിട്ട് ഇനി നല്ല ചിത്രങ്ങളിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വരയ്ക്കണം എന്നുള്ള ഒരു ആശയം കൂടെ എനിക്കുണ്ട്. വരയ്ക്കുന്ന മെറ്റീരിയൽസ് ഒരു പ്രധാന ഘടകമാണ്. പെൻസിൽ നമ്മൾ പല ടൈപ്പ് പെൻസിൽസ് ഉപയോഗിക്കാം. ആദ്യകാലങ്ങളിൽ ഞാൻ ഇന്ത്യൻ പെൻസിൽസ് ധാരാളം ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ അത് പെർഫെക്ഷൻ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീനസ് കമ്പനിയുടെ പെൻസിൽ നന്നായിരിക്കുമെന്നുള്ള ഈ ട്രിവാൻഡ്രം മാർക്കറ്റിലൊക്കെ തിരക്കിയിട്ടും ആ രീതിയിലുള്ള പെൻസിൽസ് കിട്ടാതെ വരികയും
വീനസ് ആണ്. വീനസും പിന്നെ അത് കഴിഞ്ഞ് ഫോറിൻ പെൻസിലുകൾ കുറച്ച് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എന്തുകൊണ്ട് വീനസും ജർമ്മൻ പെൻസിൽസുമാണ് ഞാൻ ഇപ്പോഴും ഈ പോർട്രേറ്റ്സിന് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുന്ന നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിലേക്ക് ആ വർക്ക് പെർഫെക്ഷൻ കാണിക്കുന്നുണ്ട് ആ പെൻസിൽസ് കൊണ്ടാണ് ഇത് ഇത്രയും ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരാളിൻ്റെ പോർട്രേറ്റ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ആളുടെ ഫോട്ടോ ആദ്യം കാണുക. ഫോട്ടോ കണ്ടിട്ട് അയാളുടെ മൂക്കിൻ്റെ പൊസിഷൻ, കണ്ണിൻ്റെ പൊസിഷൻ, ചുണ്ട്, അതായത് താടി, പിന്നെ മുഖത്ത് ചുളിവുണ്ടോ അതൊക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക. ഇപ്പോൾ എത്രത്തോളം ചുളിവ്, എങ്ങനെയൊക്കെ ഏത് ആംഗിളിലുണ്ടാവും, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഔട്ട്ലൈൻ ആദ്യം പ്രിപ്പയർ ചെയ്യുക. ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നീടാണ് ജോലി ഏറ്റവും കൂടുതലുള്ളത്. ആ ചുളിവ് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഷെയ്ഡിങ്ങിലാണ് ആ ബാക്കിയുള്ള പണികൾ അത്രയും വരിക. ഷെയ്ഡിങ്ങിൽ ഒത്തിരി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഔട്ട്ലൈൻ കിട്ടുന്ന പടങ്ങളെല്ലാം ഷെയ്ഡ് ചെയ്തിട്ട് പെർഫെക്ഷൻ ആക്കാൻ ഒരുപക്ഷെ പറ്റിയില്ല എന്ന് വരും. അങ്ങനെ ചില പടങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ആ പടങ്ങൾ ഉപേക്ഷിച്ചിട്ട് പിന്നെ അത് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് അങ്ങനെ വരച്ച ചിത്രങ്ങളും ഇതിനകത്തുണ്ട്. എക്സാമ്പിൾ സുഗതകുമാരിയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ആദ്യം ട്രൈ ചെയ്തു, അത് ഒരെണ്ണം വരച്ചു. അപ്പോൾ അത് ഷെയ്ഡിങ്ങിലുള്ള പെർഫെക്ഷൻസ് കിട്ടാത്ത കാരണം അത് മാറ്റി വെച്ചിട്ട് വേറൊരു ചിത്രം വരച്ചിട്ടാണ് ഇപ്പോൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒബാമയുടെ ചിത്രവും രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊണ്ടാണ് ഇപ്പം അത് എക്സിബിറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് സാധിച്ചിട്ടില്ല. അടുത്തൊരു അറ്റംപ്റ്റിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ നല്ലൊരു പോർട്രേറ്റ്സ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അടുത്ത എക്സിബിഷനിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പെർഫെക്ഷനുള്ള ഒരു പോർട്രേറ്റ്സ് വരച്ച് എക്സിബിറ്റ് ചെയ്യണം എന്നാണ് മനസ്സിലിപ്പോൾ. ഇപ്പം നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരയുടെ ചിത്രവും ആദ്യത്തെ അറ്റംപ്റ്റ്സിൽ സാധിച്ചിട്ടില്ല. അണ്ണാ ഹസാരയുടെ ആ മുഖത്തുള്ള ചുളിവും ആ ആക്ഷനും എല്ലാം അതേപോലെ വരാൻ വേണ്ടി ഒത്തിരി സ്റ്റഡി ചെയ്തിട്ടാണ് അണ്ണാ ഹസാരെ വരച്ചത്. ഇപ്പോഴും അത് പൂർണ്ണ രൂപത്തിലെത്തിയോ എന്നുള്ള കാര്യത്തിൽ അത് ഒരു 95% ആയിട്ടുള്ള ഒന്നാണ് എൻ്റെ വിശ്വാസം. ഇനി 5% പൂർത്തിയാകാനുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ചിത്രങ്ങളെ ഇപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും. കുറച്ച് പ്രായമുള്ളവരുടെ മുഖത്ത് ചുളിവ് വരികയോ അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളിലേക്ക് ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു വേദിയായിരിക്കും എന്നുള്ള ഇതാണ് എനിക്കിപ്പം പറയാം. ഈ പോർട്രേറ്റ്സ് വരയ്ക്കാനുള്ള പ്രചോദനം ഉണ്ടായത് കാർട്ടൂണിൽ കൂടെയാണ്. കാർട്ടൂണാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇഷ്ട ഹോബിയായിരുന്നത്. സുജിത്തിൻ്റെയും ഗോപികൃഷ്ണൻ്റെയും കാർട്ടൂണുകൾ എല്ലാ ഈ പത്രങ്ങളിൽ പരമാവധി ഞാൻ വാങ്ങിച്ചിട്ട് അത് സ്വന്തമായിട്ട് അവരെ വരച്ചതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം കുറേ ആദ്യം ശ്രമിച്ചു അതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇനി എൻ്റേതായ ആശയങ്ങൾ വെച്ചിട്ട് ഞാൻ കുറച്ച് കാർട്ടൂണുകൾ വരച്ചു. അത് കേരള കൗമുദി ഫ്ലാഷിലേക്ക് കുറേ കാലം പ്രസിദ്ധീകരിക്കാൻ അവർക്ക് സാധിച്ചു. എനിക്കതിൽ തൃപ്തിയുണ്ട്. വീണ്ടും ചില സാങ്കേതിക കാരണങ്ങളോട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കാർട്ടൂണിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു മനസ്സ് പറയുന്നുണ്ട്. അതിൽ നിന്നാണ് പോർട്രേറ്റിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനം. തക്കതായ ആശയങ്ങൾ ഉടനെ അതിനകത്ത് വന്നാലേ അത് പൂർത്തിയാവുള്ളൂ. പോർട്രേറ്റ്സിന് അതില്ല. പോർട്രേറ്റ്സിനെ നമുക്ക് വരയ്ക്കുമ്പോൾ നോക്കിയിട്ട് അയാളുടെ ആംഗിളും വ്യത്യസ്ത ആംഗിളിൽ നമ്മൾ കുറച്ച് ചിത്രങ്ങൾ സെലക്ട് ചെയ്യും, അതനുസരിച്ച് വരയ്ക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ വേറെ വ്യത്യാസമുള്ളത് പോർട്രേറ്റ്സിനേക്കാളും കുറച്ച് എളുപ്പമാണ്. ഒരു ആശയങ്ങളും കൂടെ അതിനകത്ത് വരാനുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. പെൻസിലും പെന്നുമാണ് മെയിനായിട്ട് ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ എന്തുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെ വരത്തുള്ളൂ. പെൻസിലായാലും പെന്നായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. അതിനാണ് മറ്റുള്ള ചിത്രങ്ങളിലൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. എൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള ചിത്രങ്ങളിൽ കൂടുതൽ വരയ്ക്കണം, അങ്ങനെയുള്ളത് കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ